ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 69 ഫാമിലി വീക്കാണ്. ഫാമിലി വീക്ക് ആണല്ലോ ഈ വീക്കും, അടുത്ത വീക്കും ഫാമിലി വീക്ക് ആയിരിക്കും. എന്തായാലും ഇന്ന് വന്നത് അപ്സരയുടെയും സീക്രട്ട് ഏജൻറ്റിൻ്റെയും ഫാമിലിയാണ്. അപ്സരയുടെ ഫാമിലിയിൽ നിന്ന് അപ്സരയുടെ അമ്മയും അപ്സരയുടെ ഹസ്ബൻഡുമാണ് വന്നത്. സീക്രട്ട് ഏജൻറ്റ് സ്നേഹയാണ് വന്നത്, വൈഫായിട്ടുള്ള സ്നേഹയാണ് വന്നത്. എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുള്ളൊരു ഫാമിലി നാൾ വന്നിട്ട് ഭയങ്കര ശോകമാവുന്നത്. ഇന്ന് സായിയുടെ വീട്ടിൽ നിന്ന് സ്നേഹം വന്നിട്ട് സായിയുടെ ഒരു ഡോഗ് മരിച്ചു പോയി എന്ന് പറയുന്നത് ഭയങ്കര ശോകമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. അച്ഛൻ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് വീഡിയോ കോൺഫറൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്നുള്ള രീതിയിലൊക്കെയാണ്. എന്തായാലും ഇന്ന് രാവിലെ തുടങ്ങി. ഇന്ന് അപ്സരയും ജാസ്മിനും തമ്മിൽ ഒരു കാര്യമില്ലാതെ രാവിലെ അവിടെ അടിയും വഴക്കും ബഹളമൊക്കെ എന്തിനു വേണ്ടി തുടങ്ങിയ സാമ്പാറാണ്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇന്ന് താമസിച്ചാണ് ഫാമിലിയെ കയറ്റിവിട്ടത്. ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്സരയുടെ അമ്മ ആദ്യം കയറ്റിവിട്ടത്. അതിനുശേഷമാണ് അപ്സരയുടെ ഹസ്ബൻഡൊക്കെ വന്നത്. എന്തായാലും ഒരു നോർമൽ, അല്ലാണ്ട് ഒരു ഗംഭീര ഫാമിലി മീറ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു നോർമൽ സാധനം, അതിൽ കൂടുതലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഈ സീസണിൽ വന്ന ആരുടെയും ഫാമിലി വന്നപ്പോഴും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഒരേ ടൈമിൽ 2 ഫാമിലിയൊക്കെ വരുമ്പം എന്തൊക്കെയോ പോരായ്മകളുണ്ട് ഈ ഒരു സീസണ്. അതിപ്പം എനിക്ക് മാത്രമല്ല പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ സീസൺ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ സീസൺ പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 70 ദിവസമായി, ഇനി 30 ദിവസത്തെ കാര്യമാണ്. ഇതിലിപ്പോഴും ആര് കപ്പടിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇന്ന് സ്നേഹം വന്നു. സ്നേഹമായിട്ട് സായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. സായിക്ക് പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻ്റായിട്ട് ഇനി വരില്ല, താണോ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്, ഇനി ഇറങ്ങി കഴിയുമ്പോൾ മാറും, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അത് പോകുന്നു. ആദ്യമേ രാവിലെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, മോർണിംഗ് ടാസ്ക് സായിക്കായിരുന്നു കൊടുത്തത്. സായിയോട് എന്ത് ചോദിച്ചാലും കാവെന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ഉത്തരങ്ങൾ മാത്രം പറയാമെന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കൊരു ചെറിയ ഗെയിം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ പോയ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെയും ഈ അപ്സര ജാസ്മിൻ അടിയും വഴക്കുമൊക്കെ ഉണ്ട്, എന്തിനാണെന്നറിയില്ല. പക്ഷേ ഒരു കാര്യമില്ലാതെ അവിടെ അടിയും ബഹളം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി വന്നപ്പോൾ അറിയാമല്ലോ. പിന്നെ അവിടെ ആ ഒരു ഫാമിലിയുടെ ഒത്തുചേരലും കാര്യങ്ങളൊക്കെയാണ്. അത് യൂഷ്വലി അങ്ങനെയാണല്ലോ. ഇത് ഹസ്ബൻഡ് വന്നു, അമ്മ വന്നു, അപ്പോൾ തന്നെ അപ്സര ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂടുന്നുണ്ടായിരുന്നു. പക്ഷേ സായിയുടെ വൈഫായിട്ടുള്ള സ്നേഹം വന്നപ്പോഴാണ് സായി ഭയങ്കര ഈ ഒരു ഡോഗിൻ്റെ കാര്യം പറഞ്ഞപ്പം സായി ഭയങ്കര സീനായി, കരഞ്ഞ് ഭയങ്കര മൂഡ് ഓഫായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്തായാലും അത് അങ്ങനെയാണ്, യൂഷ്വലി അത് അങ്ങനെയാണ് വരുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം ഇവർ പോകുന്നു. അല്ല, ഇതിനു മുമ്പ് ഇതുണ്ടല്ലേ, മറ്റേ സ്പോൺസർഷിപ്പ് ടാസ്ക് ഉണ്ടായിരുന്നു, ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ. അവരായിരുന്നു ഇന്ന് സ്പോൺസർഷിപ്പ് ടാസ്കൊക്കെ പരസ്യത്തിന് വേണ്ടിയല്ല മക്കളെ, എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണ്ടേ, വാട്ടർ. അത് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഇന്ന് ഭയങ്കര വിറ്റുണ്ടായിരുന്നേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കുന്ന സമയത്ത് കുറേ ചാനലിൽ ജാസ്മിൻ അപ്സര ഫിസിക്കൽ അസാൾട്ട്, ജാസ്മിൻ പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസ് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇനി പുറത്തായാലോ എന്ന് വിചാരിച്ച് ഞാൻ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു അടി നടക്കുന്നുണ്ട്, ഇനി ഇതിനകത്തെങ്ങാണോ ഇവർ അടിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാനിരുന്ന് കാണുന്നു. പക്ഷെ അടിയൊന്നും നടന്നില്ല, പുറത്തായില്ല. ചുമ്മാ ആണെങ്കിൽ പോലും ഇങ്ങനെ വെറുതെ മനുഷ്യനെ പറ്റിക്കാനായിട്ട് ചെയ്യരുത്. നമ്മളിരുന്ന് ഈ ലൈവൊക്കെ കാണില്ലേ. പിന്നെ എന്തായാലും ഞാനൊരു ഉരുട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ അവസരമാണല്ലോ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. പക്ഷേ ഇല്ല, ജാസ്മിൻ പുറത്താകുന്നില്ല. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ, ഓളെ കൊണ്ടൊന്നും പറ്റൂല. ഓക്കെ, മറ്റേ കിടന്ന് ചിലയ്ക്കാനല്ലേ അറിയത്തുള്ളൂ, അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഫിസിക്കൽ അസാൾട്ടൊന്നും ഇനിയൊരു ഫിസിക്കൽ അസാൾട്ട് എന്തായാലും ഈ സീസണിൽ നടക്കും. ഇതിൻ്റെ അടുത്ത സീസണിലേ ഉള്ളൂ. ഈ സീസണിൽ കഴിഞ്ഞാൽ കോട്ട കഴിക്കും. അപ്പം അടുത്ത സീസണിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇന്ന് ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. എന്തായാലും വെറുതെ ആയിരുന്നു അത്. ഒരു ഫിസിക്കൽ അസാൾട്ടും ഇല്ലായിരുന്നു. ഇന്ന് ഫാമിലി വീക്ക്. ഇനി തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ആയിരിക്കും. ജാസ്മിൻ്റെ അവസാനമോ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ആയിരിക്കും വരുന്നത്. തിങ്കളാഴ്ച ആണെന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, തമ്പുരാനറിയാം. ഇനിയിപ്പം നാളെ സാറ്റർഡേ വീക്കെൻഡ് എല്ലാവരും വരുവാണല്ലേ. അപ്പം അത് വിട്, കണ്ടിട്ടില്ല. എന്തായാലും അത് വിട്. അപ്പം അതാണ്
ഈ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നടന്നത് ഫാമിലി വീക്കിൽ സായിയുടെ അപ്സരയുടെ ഫാമിലി വന്നപ്പോൾ സംഭവിച്ചത് ഇതൊക്കെയാണ്.